ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും ആവാഹിച്ച 3 ആഴ്ച നീണ്ട പരസ്യ പ്രചാരണം കൊടിയിറങ്ങിയിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ നിർണായക നിമിഷങ്ങളാണ്. അടിയൊഴുക്കുകൾ തടയാൻ, അവസാന വോട്ടുമുറപ്പിക്കാൻ മുന്നണികൾ സകല തന്ത്രങ്ങളും പയറ്റുന്ന സമയം. വിവാദങ്ങളുടെ പെരുമഴയിലാണ് പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീണത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണം മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ശബ്ദ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ട് മാത്യു കൊൾനാടൻ ഉന്നയിച്ചു. ശബ്ദരേഖ വ്യാജമാണെന്നും കഴമ്പില്ലാത്ത ആരോപണമെന്നൊക്കെ പറഞ്ഞാണ് ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. പിന്നെ കേട്ടതാണ് സകല പരിധിയും വിട്ട പോര്. തെലങ്കാന മുഖ്യമന്ത്രിയുടെ നീ പോ മോനെ വിജയ പരാമർശത്തിന് ഡാഷ് മോനെ രേവന്ത എന്ന് വിളിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ കടുത്ത പ്രയോഗം സാംസ്കാരിക കേരളത്തിന് അപമാനം എന്നാണ് കോൺഗ്രസിന്റെ മറുപടി. പാർട്ടി വിട്ട ജി സുധാകരന്റെ നിലപാട് രാഷ്ട്രീയ ചെറ്റത്തരമെന്നും പൊതുയോഗത്തിൽ ചോദ്യം ചോദിച്ചയാളോട് വീട്ടിൽ പോയി ചോദിക്കണമെന്നും പരസ്യമായി മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടതും ഈ പ്രചാരണ കാലയളവിലാണ്. പോരാട്ടം എത്ര കടുത്താലും വാക്കുകളിൽ മിതത്വം പാലിക്കുന്നതായിരുന്നു ഇതുവരെ കണ്ട ശൈലി. ആ ശീലത്തിനും കൈമോശം വരുത്തിയാണോ ഇത്തവണത്തെ പ്രചാരണം കൊടിയിറങ്ങുന്നത്? അതിരുവിട്ട് കലാശിച്ചോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ്, കോൺഗ്രസിൽ നിന്നും ദീപ്തി മേരി വർഗീസാണ്, രാഷ്ട്രീയ നിരീക്ഷകരായി NP ചെക്കുട്ടിയും ജേക്കബ് ജോർജും ചർച്ചയിൽ പങ്കെടുക്കുന്നു. അത് ഞാൻ അരുൺകുമാറിലേക്കാണ് പോകുന്നത്. അരുൺകുമാർ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകങ്ങളാണ് പെട്ടെന്ന് എല്ലാവരും ഇന്ന് ഞെട്ടിച്ചത്. അങ്ങനെ ഒരു പ്രയോഗം മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഡാഷ് മോനെ എന്നൊക്കെ പ്രയോഗിക്കുമ്പോൾ അവിടെ എന്തു വെച്ചും ഫില്ല് ചെയ്യാമെന്നുള്ളതാണല്ലോ. അതൊരു തെറി പ്രയോഗമായിട്ടാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കാറ്. ശരിയാണ്, രേവന്ത് റെഡ്ഡി ഇവിടെ നടത്തിയ പ്രസംഗം, പൊതുയോഗത്തിൽ നടത്തിയ പ്രസംഗത്തിനപ്പുറം മുഖ്യമന്ത്രിയുടെ ലെറ്ററിൽ, ഒഫീഷ്യൽ ലെറ്ററിൽ നടത്തിയ പ്രയോഗം കൂടി ആ പറഞ്ഞ നീ പോ മോനെ വിജയ എന്നുള്ളതാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നോ വേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അതിനാദ്യം മറുപടിയായിരുന്നു. പിന്നെ എങ്ങനെയാണ് വേണ്ടിയിരുന്നത് എന്നുകൂടി നിങ്ങൾ സൂചിപ്പിച്ച നമുക്ക് ചർച്ച എളുപ്പമായിരുന്നു. ബഹുമാനം എന്നുള്ളത് പരസ്പര പൂരകങ്ങളാണ്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. ബഹുമാനം കൊടുത്താൽ മാത്രമേ ബഹുമാനം തിരിച്ചു പ്രതീക്ഷിക്കാൻ കഴിയൂ. ഇപ്പോൾ ഒരു സിനിമ ഡയലോഗൊക്കെ കേരളത്തിലുണ്ട്. നേരത്തെ തന്നെ നമ്മളൊക്കെ പല ചർച്ചകളിലൊക്കെ കേട്ടിട്ടുണ്ട്, പല സിനിമയിലും കേട്ടിട്ടുണ്ട്. അത് പോ മോനെ ദിനേശ എന്നാണ്, പോ മോനെ വിജയ എന്നല്ല. പോ മോനെ വിജയ, നിന്റെ കാലം എണ്ണപ്പെട്ടിരിക്കുന്നു എന്നത് ഉൾപ്പെടെ ഞാൻ ബാക്കി പറയുന്നില്ല. ആ പറഞ്ഞ രീതിയും ശരീരഭാഷയും പ്രയോഗത്തിൻ്റെതായിട്ടുള്ള രീതിയുമെല്ലാം ഒരിക്കലും ഒരു സംസ്കാരത്തിനും യോജിച്ചതല്ല. അത്തരത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ അത് എഴുതി പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അത് ഒരു ഭരണഘടനാ തലവൻ എന്ന രൂപത്തിൽ ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണഘടനാ സ്ഥാപനം വഹിക്കുന്ന ഒരാൾ മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ യാതൊരു തരത്തിലുള്ള ബഹുമാനമില്ല എന്ന് മാത്രമല്ല, യാതൊരു തരത്തിലുള്ള സംസ്കാരമില്ലായ്മയുടെ ഭാഗമായിട്ട് അത്തരം പ്രയോഗിക്കുമ്പോൾ ചുട്ട മറുപടി കിട്ടും. അത്തരത്തിൽ മറുപടി കൊടുക്കേണ്ടി വരും. അത് കൊടുത്തു എന്ന രൂപത്തിൽ തന്നെ കണ്ടാൽ മതി. പിന്നെ അങ്ങ് സൂചിപ്പിച്ചു നേരത്തെ ചെറ്റത്തരം എന്ന് പറഞ്ഞു എന്ന്. അവിടെ മുൻ KPCC പ്രസിഡന്റ് അതിൽ ആദ്യം പറഞ്ഞ തരമില്ലാതെ ചെറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ പ്രസംഗത്തിലടക്കം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ച് വീണ്ടും വീണ്ടും പലതവണ പ്രസംഗിച്ചപ്പോഴും ഒരു മാധ്യമവും വെച്ചൊന്നും നടത്തിയില്ല. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെ എന്തും വിളിക്കാം, എന്തു പ്രയോഗങ്ങളും അങ്ങ് കൃത്യമായിട്ട് ഉപയോഗിക്കാം, എത്ര രൂപത്തിൽ അതിരുകടന്ന് വിമർശിക്കാം. അവർ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് കൃത്യമായിട്ട് അങ്ങ് ക്ഷമിച്ചിരുന്നോളണം. ബാക്കി ഒരു തരത്തിലും പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ദിവസങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ചർച്ച സംഘടിപ്പിക്കാം, ഇടതുപക്ഷത്തെ ആക്രമിക്കാം എന്ന രൂപത്തിലാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും ഇവിടെ വന്ന് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കേരളത്തിൽ പൊതുയോഗത്തിൽ വരാം, രാഷ്ട്രീയം സംസാരിക്കാം, ഏത് തരത്തിലും രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാം. പേരെടുത്ത് ഒരു തരത്തിലും സംസ്കാരം തൊട്ടു തീടാത്ത തരത്തിൽ അത്തരത്തിൽ പ്രയോഗിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള മറുപടി എന്ന രൂപത്തിലാണ്. ഞങ്ങൾ അതിന് വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം പൂർത്തീകരിച്ചു. ഇനി സൈലന്റ് ഡേ ആണ്. കേവലം ഒരു 36 മണിക്കൂറാണ് ഇനി തെരഞ്ഞെടുപ്പിനുള്ളത്. എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം സമാനതകളില്ലാത്ത മുന്നേറ്റം വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച് വരുന്ന 5 കൊല്ലത്തേക്ക് 950 കാര്യങ്ങളടങ്ങുന്ന പ്രകടന പത്രികയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടാണ് ലോക നിലവാരത്തിലേക്ക് കുതിച്ചു മുന്നേറിയ കേരളത്തെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നത്. ആ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന്
എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ കിട്ടും. ഇതിന് മുമ്പെങ്കും ഇല്ലാത്ത വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ. 10 വർഷത്തെ ഭരണ തുടർച്ചയുടെ ഭാഗമായി ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല. ഒരു ഭരണവുമായി ബന്ധപ്പെട്ട കാര്യവും UDF ചർച്ചയ്ക്ക് ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വ്യക്തമാണ്. ശരി, അതാണ് നിങ്ങളുടെ വാദം. അതിന് ദീപ്തി മേരി വർഗീസ് മറുപടി നൽകട്ടെ. ദീപ്തി, ഇപ്പോൾ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങി എന്നുള്ളതാണ് CPM-ന്റെ വാദം. മാത്രമല്ല, ബഹുമാനമില്ലാതെ പ്രതികരിച്ചുകൊണ്ട് അതേ നാണയത്തിൽ മറുപടി പറയുന്നു. അത് ചുട്ട മറുപടിയായിട്ടാണ് CPM കാണുന്നത്. രേവന്ത് റെഡ്ഡി ചെയ്തതിനെ കോൺഗ്രസ് ന്യായീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് നേരെയുമുണ്ട്. രേവന്ത് റെഡ്ഡി ഒരുപക്ഷെ അവിടുത്തെ ഒരു ശൈലിയൊക്കെ ആയിരിക്കാം. നേരത്തെ ഇപ്പോൾ സ്റ്റാലിന്റെ മറ്റു പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ടൊക്കെ അതിന്റെ ചുവട് പിടിച്ച് എന്ന രൂപത്തിലൊക്കെ പറയുന്നുണ്ട്. നീ എന്ന പ്രയോഗം മലയാളത്തിൽ നീ എന്ന് നമ്മൾ സമപ്രായക്കാരെ വിളിക്കുന്നതാണ്. പക്ഷേ എനിക്കറിയില്ല തെലുങ്കിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടോ എന്ന്. അവിടെ ആ നീക്ക് ബഹുമാനമുണ്ടോ എന്നും എനിക്കറിയില്ല. ദീപ്തിക്ക് അറിയാമെങ്കിൽ അത് പറയാം. ഇത് ഇപ്പോൾ ഇവിടെ രേവന്ത് റെഡ്ഡിയുടെ പരാമർശത്തെക്കുറിച്ച് അരുൺകുമാർ പറഞ്ഞത് ഞാനിങ്ങനെ വളരെ രസകരമായി കേൾക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി. ഇത് ഈ ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ചുണ്ടങ്ങ കൊടുക്കാതെ തന്നെ വഴുതനങ്ങ കൊടുത്ത കുറേ ചരിത്രം ഉണ്ടല്ലോ കേരളത്തിൽ. വളരെ മര്യാദയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഏത് തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട നേതാക്കന്മാർ പരാമർശിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് എന്ന് കേരള ചരിത്രത്തിൽ അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്നല്ലോ G. സുധാകരൻ. അദ്ദേഹത്തിന് അവിടെ ഗത്യന്തരമില്ലാതെ ഇവരുടെ ഏകപക്ഷീയമായ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സ്വേച്ഛാധിപത്യത്തിന് മുമ്പിൽ നിൽക്കക്കള്ളിയില്ലാതെ അദ്ദേഹം പുറത്തേക്ക് വന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന വേറെയും MLA-മാരുണ്ടല്ലോ, മുൻ MLA-മാരുണ്ടല്ലോ. കൊട്ടാരക്കര MLA ആയിരുന്ന ആയിഷ പോറ്റി ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്? ചെറ്റത്തരം എന്നുള്ള വാക്ക്, ചെറ്റയാണ് എന്നുള്ള നിലയ്ക്കാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് അപ്പോൾ G. സുധാകരൻ എന്തെങ്കിലും ചുണ്ടങ്ങ കൊടുത്തിട്ടായിരുന്നോ വഴുതനങ്ങ വാങ്ങിയത്? മിണ്ടാതിരുന്ന ഒരാൾ, പാർട്ടിയിൽ നിൽക്കക്കള്ളിയില്ല, അവിടെ ഒരു തരത്തിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചു. അതിന് ചെറ്റാന്ന് വിളിക്കണോ? ഇതിനു മുൻപ് ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള MM മണി ഏതൊക്കെ പറയാനാണെങ്കിൽ നിരവധി എണ്ണി പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പ്രേമചന്ദ്രൻ എന്ത് ചുണ്ടങ്ങ കൊടുത്തിട്ടാണ് പരനാറി എന്ന് വിളിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനായിരുന്നു അദ്ദേഹത്തെ പരനാറി എന്ന് വിളിച്ചത്? അതായത് പാർട്ടി വിട്ടുപോകുന്നവരെ തെറി വിളിക്കുക, പച്ച മലയാളത്തിൽ തെറി വിളിക്കാൻ ഒരു ഉളുപ്പും നാണവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് അതിനിപ്പോൾ രേവന്ത് റെഡ്ഡിയോട് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. രേവന്ത് റെഡ്ഡി അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം നമ്മൾ ഒരു പ്രസംഗത്തിന് കൂടെ ഒരു സർക്കാസം എന്നുള്ള നിലയ്ക്ക് ഇവിടെയുള്ള മലയാളത്തിലുള്ള ഒരു ഡയലോഗ്, ഒരു സിനിമ ഡയലോഗ്, ഒരു സർക്കാസ്റ്റിക് മൂഡിൽ അദ്ദേഹം പറഞ്ഞതാണ്. അല്ലാതെ തിരഞ്ഞെടുപ്പ് പ്രസംഗം പ്രചാരണത്തിൽ പ്രസംഗിക്കുന്നു എങ്കിൽ ആ നിലയ്ക്കത് എടുക്കാമെങ്കിൽ കൂടി പിന്നീട് ഔദ്യോഗിക ലെറ്ററിലും അതേ വാചകം വരികയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ നീ പോമന വിജയാന്ന് എങ്ങനെ എഴുതും? അതിലേക്കാണ് ഞാൻ വരുന്നത് സ്മൃതി. അപ്പോൾ ആദ്യം അദ്ദേഹം ആ ഒരു രീതിയിൽ അദ്ദേഹം പ്രസംഗം പറഞ്ഞത് നമുക്കറിയാം. ഒരു തെരഞ്ഞെടുപ്പ് യോഗം നടക്കുകയാണ്, ഒരു വലിയ മഹായോഗം നടക്കുന്ന സമയത്ത് ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവാണ് രേവന്ത് റെഡ്ഡി. അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അണികൾക്ക് മുൻപിൽ അദ്ദേഹം ഒരു സിനിമ ഡയലോഗ് എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അല്ലാതെ അതിൻ്റെ അത് ചീത്തയായിട്ടുള്ള ഒന്ന് പേര് വിളിക്കുന്ന ചീത്തയല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പേരല്ലേ വിളിച്ചുള്ളൂ, പരനാറി എന്ന് വിളിച്ചില്ല. അല്ലെങ്കിൽ മറ്റേ പണിക്ക് പോകുന്നു MM മണി പറയുന്ന പോലെ വേറൊന്നും പറഞ്ഞില്ല. ഇവരെ പറഞ്ഞ പോലെ ചെറ്റാന്ന് വിളിച്ചില്ല, അതൊന്നും ചെയ്തിട്ടില്ല. പേരാണ് വിളിച്ചത്. അതൊരു സിനിമ ഒരു എനിക്ക് മറ്റെന്തോ ശബ്ദം ഇതിലൂടെ വരുന്നുണ്ടോ ഒന്ന്. അപ്പോ ഞാൻ പറയുന്നത്, അപ്പോ അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു വിജയ എന്ന് വിളിക്കുന്നത് ഒരു തെറിയാണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. അതൊരു സിനിമ ഡയലോഗിന്റെ കൂടെ വിളിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇനി വേറൊരു കാര്യം, താങ്കൾ ചോദിച്ച പോലെ ലെറ്റർ ഹെഡിൽ എഴുതിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. എന്താണ് അത് എഴുതാണ്ടായ സാഹചര്യം എന്നറിയുമോ? ഇവിടെ പച്ചക്കള്ളം വിളിച്ചു പറയുകയാണ്. 28 മാസം പ്രായമുള്ള തെലുങ്കാന മന്ത്രിസഭ 25 മാസത്തെ പെൻഷൻ മുടക്കിയെന്ന് കേരളത്തിലെ മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ സൈബർ ഇടങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയാണ് 25 മാസം പെൻഷൻ മുടക്കി. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം ഏത് രീതിയിലാണ് പെൻഷൻ മുടങ്ങാതെ ഈ നിമിഷം വരെ ഒരു മാസം പോലും പെൻഷൻ മുടങ്ങാതെ എങ്ങനെയാണ് കൊടുത്തത്, എങ്ങനെയാണ് സാമ്പത്തികമായി ഒരു സംസ്ഥാനത്തെ കൺട്രോൾ ചെയ്യേണ്ടത്? ഇവിടെ ഈ ക്ഷേമ പെൻഷനുകൾ ഈ CPM-ന്റെ ഗവൺമെന്റ് മുടക്കിയ പോലെ അവിടെ മുടങ്ങിയിട്ടില്ല. അവിടെ സൗജന്യമായി
KSRTC-യിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം, ആ പ്രഖ്യാപനം അത് നടപ്പിലാക്കിയപ്പോൾ, പക്ഷെ അതിന്റെ പേരിൽ ക്ഷേമ പെൻഷൻ മുടക്കിയില്ല. ഇവിടെ പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയപ്പോൾ എന്താ പറഞ്ഞത്? പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയപ്പോൾ അത് ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുത്തോ? ഇപ്പൊ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുൻപ് എത്ര 3-4 മാസത്തെ കുടിശ്ശികയിട്ടാണ് കൊടുത്തത്? തെരഞ്ഞെടുപ്പായപ്പോഴാണ് കൊടുത്തത്. ഇപ്പൊ അതാ കൊടുക്കുന്നു. ഇപ്പൊ പെൻഷൻ കൂട്ടുന്നു. ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 3000 രൂപ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് പാലിക്കാൻ കഴിഞ്ഞോ? അത് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പെൻഷൻ മുടക്കിയില്ല. എത്രയോ മാസങ്ങൾ പെൻഷൻ മുടക്കി. അപ്പോൾ അങ്ങനെ പെൻഷൻ മുടക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്ന് വളരെ വിജയകരമായി ഒരു സംസ്ഥാനത്ത് TRS സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക ക്രൈസിസിനെയും നേരിട്ട് അത് മുഴുവൻ അതിജീവിച്ച് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്ന രേവന്ത് റെഡ്ഡി എന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയുക, അവിടെ കള്ളത്തരം പറയുക, അവിടെ പെൻഷൻ മുടങ്ങി എന്ന് പറയുക. അദ്ദേഹം അതിന് മറുപടി കൊടുത്തു. അദ്ദേഹം അതിന് മാത്രമല്ല, നിരവധി കാര്യങ്ങൾക്ക് ആ കത്തിൽ മറുപടി പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പരസ്യമായ സംവാദത്തിന് വിളിച്ചിരിക്കുക. ഈ പരസ്യമായ സംവാദത്തിന് വിളിക്കുമ്പോൾ ഫേസ്ബുക്കിലൂടെ സംവദിക്കാം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണല്ലോ ഇവിടെ ഉള്ളത്. അദ്ദേഹം പറഞ്ഞല്ലോ, വരൂ നമുക്ക് സംവദിക്കാം, നമുക്ക് കാര്യങ്ങൾ പറയാം, അതിന് വേണമെങ്കിൽ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞല്ലോ. അവിടെ വരൂ, നമുക്ക് സംസാരിക്കാം. അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് കാണണമെങ്കിൽ തെലങ്കാനയിലേക്ക് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞപ്പോഴാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത അത്തരത്തിലുള്ള ഒരു കാര്യമെന്ന്. അതിൻ്റെ അകത്ത് ആ സെന്റൻസിൽ ഒരു സർക്കാസം എന്നതിനപ്പുറം ഒരു ചീത്ത വാക്കും അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, അവര് ഇത്തരത്തിലുള്ള അവരെ എതിർക്കുന്നവരെ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ ഒക്കെ നേരിട്ടിരിക്കുന്നത് ഒന്നുകിൽ ഇതുപോലെ പച്ചത്തെറി വിളിച്ചിട്ടാണ്, അല്ലെങ്കിൽ വെട്ടിക്കൊന്നിട്ടാണ്. 51 വെട്ടും 41 വെട്ടും വെട്ടിയാണ് ഇവർ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്കാരം കോൺഗ്രസിനില്ല. അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. ഞങ്ങൾ വളരെ ആരോഗ്യകരമായിട്ടാണ് പറഞ്ഞത്, ഒരു സംവാദത്തിന് വരൂ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് എന്താണ് തെറ്റുള്ളത്? ശരി, ശ്രീ NP ചെക്കുട്ടി, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ടിരിക്കുന്ന പ്രതികരണങ്ങൾ മുൻകാലങ്ങളിലൊന്നും കേൾക്കാത്ത വിധത്തിൽ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് വിദ്വേഷ പ്രസംഗമായാലും പരസ്പരം നേതാക്കളെ വിമർശിക്കുന്ന പ്രതികരണമായാലും, അത് വിമർശനം എന്ന വാക്ക് പ്രയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല, ആ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഒരാൾ പാർട്ടി വിട്ടു പോവുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ ചെറ്റത്തരമാകുന്നു. അത് രാഷ്ട്രീയ ചെറ്റത്തരം എന്ന പ്രയോഗത്തിലെ രാഷ്ട്രീയ ശരിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിലെന്താണ് രാഷ്ട്രീയമായ ശരികേടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ആവർത്തിക്കുന്നു. അപ്പോൾ അതൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്. പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞപ്പോൾ ചില സമയത്ത് അസഹിഷ്ണുതയുടെ മുഖഭാവം, മറ്റു സമയത്ത് എല്ലാവരെയും കരുതലോടെ കാണുന്നു എന്ന രൂപത്തിൽ മറ്റൊരു ഭാവം എടുത്തെഴുതുന്നു. അപ്പോൾ ഇതിലേതാണ് യഥാർത്ഥ പിണറായി വിജയൻ എന്നൊരു ചോദ്യം, മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നു, പിണറായി വിജയൻ എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. അപ്പുറത്ത് മറ്റു ചില നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ മോശമല്ല. ഇപ്പോൾ G. സുധാകരനുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ ചെറ്റത്തരം എന്ന വാക്ക് പ്രയോഗിച്ചത്, അതുമായി ബന്ധപ്പെട്ട വിമർശനം, അതിനോട് എത്രത്തോളം സഹിഷ്ണുതയോടെ അദ്ദേഹം മറുപടി പറഞ്ഞു എന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അവസാന ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ അദ്ദേഹം CS സുജാതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എന്താണ്, അതും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ആരും മോശക്കാരല്ല എന്നതാണോ ഇതിൻ്റെ ഒരു അവസാന ചിത്രമായി അങ്ങ് കാണുന്നത്? അല്ല, സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് വളരെ എന്താ പറയുക, വലിയ വൈകാരികമായിട്ടും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അത് നേതാവായാലും ശരി, അനുയായികളായാലും ശരി, തെരഞ്ഞെടുപ്പിന്റെ അസാധാരണമായിട്ടുള്ള ഒരു ഹീറ്റ്, ഒരു ചൂട് അനുഭവിക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ വാക്കുകൾ പഴച്ചു പോകാറുണ്ട്. വളരെ എന്താ പറയുക, ഒരു സാധാരണ നിലയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ വരാറുണ്ട്. അത് ഇപ്പോൾ ഉള്ള സംഗതി അല്ല കേട്ടോ. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ മുൻകാലങ്ങളിലും ഈ തരത്തിലുള്ള അമിതമായിട്ടുള്ള വാചക പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കരുണാകരനെ കുറിച്ച് പിന്നെ പ്രതിപക്ഷത്തുള്ള ആളുകൾ, അതേപോലെ തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് മറുഭാഗത്തുള്ള ആളുകൾ, ഇതൊക്കെ ഇപ്പം 80കളിലൊക്കെ ഉണ്ടായിരുന്ന PMSന്റെ മോളയും കെട്ടും, MVRന്റെ മോളയും കെട്ടും എന്ന മട്ടിലൊക്കെ ഉണ്ടായിരുന്ന എന്താ പറയുക, ഒരു വ്യക്തിഗതമായ പിന്നെ രാഷ്ട്രീയ പ്രചാരവേലയും അതിന്റെ മുദ്രാവാക്യങ്ങളും രീതികളും ഒക്കെ കുറേയൊക്കെ കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടേത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറെ കൂടി ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന കുറെ വാക്കുകൾ അമിതമായ വാക്കുകളാണ്, അത് പ്രയോഗിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒരു പക്ഷേ സന്ദർഭത്തിന്റെ ഒരു എന്താ പറയുക സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചതാകാം. എന്തായാലും ശരി, മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാള് അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ ഒരു പ്രാധാന്യവും കേരളീയ സമൂഹത്തിന്റെ പൊതുവിൽ ഉള്ള നമ്മുടെ ഒരു സാംസ്കാരികമായ രീതികളും പാരമ്പര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതും ഒഴിവാക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം എല്ലാ കാലത്തും പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്തിരിക്കുന്ന ഈ വാക്കുകൾ, അല്ലെങ്കിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തീർച്ചയായും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ സന്ദർഭത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഞാൻ അതിനെ ഒരു വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് കാണുന്നില്ല. ഈ സമയം മാറും, തെരഞ്ഞെടുപ്പ് മാറും, വീണ്ടും കുറെ കൂടി സമവായത്തിന്റെ അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തിന്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും എന്നാണ്. പ്രത്യേകിച്ച് രേവന്ത് റെഡ്ഡിയൊക്കെ അൾട്ടിമേറ്റ്ലി കേരളം വിട്ടു കഴിഞ്ഞാൽ രേവന്ത് റെഡ്ഡി ആയാലും രേവന്ത് റെഡ്ഡി പറയുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, ഇനി നിക്കണ്ട, പൊക്കോളൂ എന്ന് പറയുകയാണ്. ഇവിടെ വന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് പിണറായി വിജയൻ എന്ന നേതാവിനെ പറയുന്നതാണോ, കേരളത്തെ പറയുന്നതാണോ, കേരള ജനതയെ പറയുന്നതാണോ എന്ന രൂപത്തിലും വായിക്കപ്പെടുന്നുണ്ട്. ഇല്ല, അങ്ങനെ ഒരു വായനയൊന്നുമില്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാട് പ്രകാരം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തത്വപ്രകാരം 75 വയസ്സ് കഴിഞ്ഞാൽ പോകണം. അങ്ങനെയാണല്ലോ ജി സുധാകരൻ പോയത്. ജി സുധാകരൻ രക്തസാക്ഷിയുടെ സഹോദരനല്ലേ. അപ്പൊ ആ നിലയ്ക്ക് പിണറായി വിജയൻ മാത്രം എക്സെപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നിൽക്കേണ്ടതില്ല, പോവുകയാണ് നല്ലത് എന്ന് മറ്റുള്ള ആളുകൾ പറഞ്ഞാൽ അതിന് കുവിതരാവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത് രേവന്ത് റെഡ്ഡിയും പിണറായി വിജയനും ഒക്കെ കേരളത്തിന്റെ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ മറ്റ് ഇന്ത്യയുടെ ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ BJPക്കെതിരായിട്ടൊരു സഖ്യകക്ഷി ഇന്ത്യ സഖ്യത്തിൽ 2 കൂട്ടരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു വലിയ ഒരു ദേശീയ പ്രശ്നമായിട്ട് മാറുന്ന ഞാൻ കരുതില്ല. പക്ഷെ തീർച്ചയായും പിണറായി വിജയൻ ഒഴിവാക്കേണ്ട വാചക പ്രയോഗങ്ങളായിരുന്നു. കാരണം അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സിനിമാ ഡയലോഗാണ് മറ്റേയാൾ ഉപയോഗിച്ചത്. ഡാഷ്മോൻ ഒരു അല്പം കടന്ന കൈയായി പോയി. അത് വേണ്ടിയിരുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ അതിനെ ആ മട്ടിൽ തന്നെയാണ് കാണുക. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഈ അവസാന മണിക്കൂറുകളിൽ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനിരിക്കുന്നത്? ഈ പറഞ്ഞ ഡാഷ്മോൻ പ്രയോഗവും രേവന്ത് റെഡ്ഡിയുടെ കത്തും അതിലെ പ്രസംഗത്തിലെ പ്രയോഗം മാത്രമല്ലല്ലോ. ഇവിടെ ഒരുപാട് വിദ്വേഷ പ്രസംഗങ്ങളും നടന്നിട്ടുണ്ട്, BJP നേതാക്കളുടെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ചില CPM നേതാക്കളും സമാനമായ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? അല്ല, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഏതെങ്കിലും ഏതെങ്കിലും വോട്ടറെ ബാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത് പറഞ്ഞത് 2 മുഖ്യമന്ത്രിമാരാണ്, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ, ഒരു മുഖ്യമന്ത്രി വേറൊരു മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആളെ അധിക്ഷേപിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് സ്വയം ഒരു അധിക്ഷേപിക്കലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ശരിയായില്ലെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നേരത്തെ ചേക്കുട്ടി പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ രാഷ്ട്രീയം ഒരു ശക്തമായ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളത് BJPക്കെതിരെ ശക്തമായ ഒരു ഐക്യനിര കെട്ടിപ്പടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയാണ് BJPക്കെതിരെ യഥാർത്ഥ വെല്ലുവിളി ഉണ്ടാവുക. പക്ഷേ BJPക്കെതിരായ വെല്ലുവിളി എന്നതിനപ്പുറം ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ തെലങ്കാന ഒരു 12 വർഷം മാത്രം പ്രായമായ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. അവിടെ പോയി വന്നവരും അത്തരത്തിലൊരു നേട്ടമുണ്ടാക്കിയ സംസ്ഥാനമാണ് എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളവുമായി അങ്ങനെ ഒരു താരതമ്യമില്ല. പക്ഷേ തെലങ്കാനയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർത്തുക, ഈ പറഞ്ഞ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് BRSുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ഒരു ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു സഖ്യ രൂപീകരണത്തിലുള്ള ശ്രമമൊക്കെ പിണറായി വിജയൻ നടത്തിയിരുന്നു എന്നുള്ള അന്നത്തെ കാഴ്ചയുമാണ്. അപ്പോൾ ഒരു ശത്രുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആരാണ് ശത്രു എന്നൊരു ആലോചന വേണമല്ലോ. ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളാണ് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും തീർക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലപ്പുറമുള്ള ശത്രുക്കളെ വേറെ എടുത്ത് കാണിക്കുകയും അവർക്കെതിരെ മാത്രം ആയുധം പ്രയോഗിക്കുകയും, നാവാണ് ആയുധം, അത് പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അല്ല, ഈ നാവ് കൊണ്ട് ആയുധം പ്രയോഗിച്ചാൽ എന്ത് ഏക്കാനാ? ഇത് പറഞ്ഞ 2 ദിവസം നമ്മൾ ചർച്ചയൊക്കെ ചെയ്ത് പരനാറി പ്രയോഗം എങ്ങനെയാണ് ഏറ്റവും ഓർമ്മയുണ്ടല്ലോ. പരനാറി എന്നല്ലാതെ മറ്റെന്ത് വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൂടിയത് ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ 100 പ്രശ്നങ്ങൾ കേരള ജനതയുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു വിഷയം തെലങ്കാനയിലെ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു എന്ന് കരുതി അതൊരു വോട്ടാകാൻ, CPMനെതിരെ ഒരു വോട്ടാകും എന്ന്
ചിന്തിക്കാനുള്ള രാഷ്ട്രീയ ബോധം അല്ല എനിക്കതില്ല എന്നാണ് പറയാനുള്ളത്. പക്ഷേ മുഖ്യമന്ത്രിമാർ, അതുപോലെയുള്ള ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ ഇതുപോലെയുള്ള പരസ്യ സംസാരങ്ങളിൽ, പ്രസംഗങ്ങളിൽ ഒക്കെയും ഒരു മര്യാദ കാണിക്കേണ്ടതുണ്ട്. ആ മര്യാദ ആദ്യം ലംഘിച്ചത് രേവന്ത് റെഡ്ഡിയാണ്. അത് പിന്നീട് പിണറായി വിജയനും ലംഘിച്ചു. ഇവർ രണ്ടുപേരും വാക്കുകൾ അതിക്രമിച്ച് കടന്നിരിക്കുന്നു. വാക്കുകളുടെ കാര്യത്തിൽ അത് രണ്ടുപേരും ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ദേശീയ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് എന്ന കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇപ്പോൾ ഇന്ന് വിവാദമായ മറ്റൊരു സംഭവം എന്നുള്ളത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഒരു ഓഡിയോ പുറത്തു വന്നു എന്നുള്ളതാണ്. വളരെ മുമ്പുള്ള ഓഡിയോ ആണ് എന്ന് പറയുമ്പോഴും ആ ഓഡിയോയിൽ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളാണ് പുറത്തു വരുന്നത്. അത് മുന്നണിയിൽ എങ്ങനെ പ്രശ്നമാക്കിയെന്ന് എനിക്കറിയില്ല. നേരത്തെ അത് പുറത്തു വന്നിട്ടുള്ള ഒരു കേട്ടിട്ടുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ ഓഡിയോ കിട്ടിയത് മാത്യു കുഴൽനാടൻ പുറത്തു വിടുകയാണ്. അവിടെ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇവിടെ മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്ന് പറയുമ്പോൾ പ്രളയമുണ്ടാക്കിയത് ഞങ്ങളാണോ എന്ന വാദം ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ അതിൽ സഭയിൽ ഈ വിഷയത്തിൽ ചർച്ച നടന്നതാണ്. പ്രളയമുണ്ടാക്കിയത് മഴയുണ്ടാക്കിയ സർക്കാരാണെന്നല്ല. മഴയുണ്ടാകുമ്പോൾ ഡാമിൽ വെള്ളം നിറയും. ആ വെള്ളം എങ്ങനെയാണ് തുറന്നു വിട്ടത് എന്നുള്ളത് നമുക്കറിയാം. അർദ്ധരാത്രി തുറന്നു വിട്ടിട്ട് ചെങ്ങന്നൂരിൽ നമുക്കറിയാലോ, സജി ചെറിയാൻ പോലും അന്ന് കരഞ്ഞു വിളിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലില്ലേ. അപ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. പക്ഷെ അതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതൊരു AI ശബ്ദമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ അരുൺകുമാർ? ഞാൻ അതിലേക്ക് വരാം. ഈ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ടിൻ്റെ അന്ന് വൈകുന്നേരം ഒരു രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ പറ്റാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, അതും സ്വയമായി സൃഷ്ടിച്ചെടുത്ത വിവാദം, എന്താ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന വിവാദം, അതിന് മറുപടി പറഞ്ഞതാണല്ലോ ചർച്ചയ്ക്ക് വിഷയം. ഇത്തരത്തിൽ ഒരു ദയനീയ അവസ്ഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു, പറയാൻ പറ്റാത്ത കാര്യം ചിന്തിക്കാം, അത് ചിന്തിച്ചോട്ടെ, ജനം ചിന്തിച്ചോളും. ജനമെല്ലാം ചിന്തിക്കുന്നേ, ജനം ചാനൽ എടുക്കുന്ന വിഷയം മാത്രമല്ല ചിന്തിക്കുക. യെസ്, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ ചാനല് മുന്നോട്ട് വയ്ക്കുന്ന ഒന്നും ജനം ചിന്തിക്കില്ല. അത് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ 99 സീറ്റോടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ തുടർച്ചയായിട്ട് കേരളം ഭരിച്ചു. നിങ്ങൾ 2020 ഓക്കെ ഞാൻ പറയട്ടെ ഉറപ്പ് 2020 ഓഗസ്റ്റ് മുതൽ നിങ്ങൾ 2021 ഏപ്രിൽ വരെ 8 മാസം തുടർച്ചയായി ചർച്ച നടത്തിയില്ലേ? അന്തിച്ചർച്ച കൊഴുപ്പിച്ചില്ലേ? എത്ര എഡിറ്റോറിയൽ എത്ര എഴുതി പത്രങ്ങൾ? എന്നിട്ട് എന്തിയെ? ജനം ചാനലുകൾ കേട്ടോ? കാസർഗോഡ് MP പറയുന്നുണ്ട്, കോൺഗ്രസിന്റെ MP, നിങ്ങൾ ചാനലുകൾ എന്ന് പറഞ്ഞ് ഈ ഒന്നാമത് നിൽക്കുന്ന ചാനലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, സഖാവ് പിണറായി വിജയനെ നിങ്ങൾ എത്ര തെറി പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ പറയുന്നത് ജനം കേട്ടോ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന വീഡിയോ ഞാൻ അയച്ചു തരാം. ജനം ഇതൊന്നും കേൾക്കില്ല. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇവിടെ ശ്രീ ചേക്കൂട്ടി എന്താ പറഞ്ഞേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു തെറ്റ്. പക്ഷെ രേവന്ത് റെഡ്ഡിയെ പറ്റി ഒരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചില്ല. ഇദ്ദേഹം പിണറായി വിജയനെതിരെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴും. അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞല്ലോ, രണ്ടുപേരും പറയാൻ. കാരണം ആദ്യം ഇങ്ങോട്ട് പറഞ്ഞപ്പോഴല്ലേ മറുപടി അങ്ങ് തിരിച്ചു പറഞ്ഞേ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ. ദീപ്തി മേരി വർഗീസ് എന്താ പറഞ്ഞേ? അവിടെ പറയാത്ത വാചകം, ജി സുധാകരനെ ഇന്ന വാക്ക് വെച്ച് വിളിച്ചു. ജി സുധാകരൻ പറഞ്ഞ മറ്റു വാക്കുകളുണ്ടല്ലോ. നിങ്ങളുടെ KPCC പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവ് അഡ്രസ് ചെയ്ത വാക്കെന്താ? ഞാൻ പറയണോ? അപ്പൊ നിങ്ങൾ ചെയ്തു എന്ന മട്ടിലാണോ? അങ്ങനെയാണോ? അല്ല, ഒരു വ്യത്യസ്തമില്ല. അവര് വിളിച്ചല്ലാന്ന്. KPCC പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവ് വിളിച്ചത്. പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റ് വിളിക്കുമ്പോ താങ്കൾക്ക് എന്താ അത്ര പൊള്ളണ? എന്താ? ഞങ്ങളല്ലാന്ന്. ഞങ്ങൾ ആ ചിത്രത്തിലില്ല. ആ വാക്ക് താങ്കൾക്ക് അറിയോ? നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ ആ വാക്കൊന്നും പറയൊന്നുമില്ല. ചില കാര്യങ്ങളിൽ മറവി സംഭവിക്കുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നമ്മൾ ചർച്ച ചെയ്തതാണ്, 2-3 ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ്. അല്ല, എന്താ ശ്രീമതി സ്മൃതി പൊരുത്തിക്കാട്, ഓർമ്മക്കുറവൊക്കെ ചിലപ്പോൾ ആർക്ക് വരും. ഇത് ഓർമ്മക്കുറവൊന്നുമല്ല. ആ വാക്കൊക്കെ വെച്ച് അഡ്രസ്സ് ചെയ്യുന്നത് ഞങ്ങളുടെ സംസ്കാരമാണ്. ഞങ്ങൾ സ്നേഹം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും ഈ വാക്കൊക്കെ ഉപയോഗിക്കണേന്ന് പറഞ്ഞ ആരാ? താങ്കളൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന പ്രതിപക്ഷ നേതാവാ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഏത്? ഞങ്ങൾ ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഈ വാക്കാ ഉപയോഗിക്കണത്. ഞാൻ പറയാനുള്ള വാക്ക്. ഇതൊക്കെ കോൺഗ്രസിന്റെ സംസ്കാരം. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു മുഖ്യമന്ത്രി 2 വർഷമല്ലേ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. ഈ പിണറായി വിജയന് എന്തിട്ടും പൂരിപ്പിച്ചോ.
താങ്കൾ എന്തിട്ടും പൂരിപ്പിച്ചോ, താങ്കളുടെ രീതി അനുസരിച്ച് പൂരിപ്പിച്ചോ, ഞങ്ങളിപ്പോ പൂരിപ്പിക്കാൻ അല്ല, എന്റെ രീതിക്ക് കുഴപ്പമില്ല. ഇവിടെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കേരളത്തിന്റെ സംസ്കാരവും രീതി അനുസരിച്ച് എന്നാ ജനങ്ങളുടെ ഒരു രീതിക്കും കുഴപ്പമില്ല. അല്ല, ജനങ്ങൾക്ക് കുഴപ്പമില്ല. കുറെ നാളായില്ലോ, നിങ്ങൾ 10 കൊല്ലായില്ലേ ചർച്ച തുടങ്ങിയിട്ട്. അല്ല പിണറായി അല്ല ഒറ്റ അതെ, ഞങ്ങൾക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, നിങ്ങൾ ചാനലിലെ AC റൂമിലിരുന്ന് പ്രവർത്തിക്കുന്നല്ലേ. ഞങ്ങളത് 10,000-കണക്കിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ കടന്നു. അതുകൊണ്ട് ഏത് വാക്കിട്ട് താങ്കൾ പൂരിപ്പിച്ചോ. കാരണം കുറെ നാളായി നിങ്ങൾ ഈ പിണറായി വിജയനെ അല്ല ഞാൻ പറയാം സഖാവ് പിണറായി വിജയനെ അങ്ങ് വേട്ടയാടി അങ്ങ് വെട്ടി നുറുക്കി കൊല്ലാൻ വേണ്ടി അങ്ങ് ഉപ്പ് തേച്ചങ്ങ് മുളകും ഉപ്പും തേക്കാൻ വേണ്ടി നിങ്ങൾ കുറെ നാളായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ കയ്യിലിരുന്നാൽ മതി. ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനിക്കാനുള്ള ബോധ്യമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും ഒരൊറ്റ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾ ഭയപ്പെടുന്നു, നിങ്ങൾ പേടിക്കുന്നു. നിങ്ങളുടെ പേടി കോൺഗ്രസിന്റെ പേടിയാണ്, നിങ്ങളുടെ പേടി BJPയുടെ പേടിയാണ്. ഇത്തരം ഒരു മറുപടിക്ക് തിരഞ്ഞെടുത്തത് രാഷ്ട്രീയ വിഷയം എന്താണ് ചർച്ച ചെയ്തുകൂടായിരുന്നു? രാഷ്ട്രീയ വിഷയം പറഞ്ഞുകൂടായിരുന്നു? രേവന്ത് റെഡ്ഡി പറഞ്ഞതുകൊണ്ട് രേവന്ത് റെഡ്ഡി പറയാൻ വേറെയും ഇഷ്ടം പോലെ താങ്കൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? അല്ല, എനിക്ക് ബുദ്ധിമുട്ടല്ല, എന്റെ ചോദ്യമാണ്. നീ പോ മോനെ വിജയ. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ചോദ്യത്തിനൊക്കെ ഒരു നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടേ പോകൂ. ഇത്രയും തിരക്കുള്ള ദിവസം 1 മണിക്കൂർ റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിലേ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയും. നീ പോ മോനെ വിജയൻ. നീ വിജയ നിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. വിജയ നിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു പുറത്തുനിന്ന് ഒരാൾ വന്ന് പറഞ്ഞ ശരി സമ്മതിച്ചു എന്ന് പറയണോ? അതൊക്കെ അങ്ങ് പണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നുമല്ല, കൃത്യമായിട്ടുള്ള മറുപടി പറയും. അത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടിയാണ്, ജനങ്ങളുടെ മറുപടിയാണ്. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനെ അഡ്രസ് ചെയ്ത വാക്കല്ല ഇത്. അത് അദ്ദേഹത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങ് അത് ഏറ്റെടുത്തോളൂ, നിങ്ങൾ പാർട്ടി ഏറ്റെടുത്തോളൂ. അത് മുഴുവൻ ജനങ്ങളുടെയാണ്. അവകാശവാദം അങ്ങേക്ക് എങ്ങനെ നടത്താനാകും? ജനങ്ങളിൽ പെടുന്ന ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജനങ്ങളിൽ പെടുന്ന ബാക്കി 3 പേർക്കും ആ അഭിപ്രായമില്ലല്ലോ. ഞാൻ എന്നെയും കൂടെ ചേർക്കും. അപ്പൊ 4 പേർക്കും ആ അഭിപ്രായമില്ല. അത് മോശമായി പോയി എന്നുള്ളതാണ്. രേവന്ത് റെഡ്ഡിയുടെയും മോശമായി പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അരുൺകുമാർ. അതിൽ ന്യായമൊന്നുമില്ല. ഞാൻ ചോദിച്ചത് അതിന് പറഞ്ഞ മറുപടി ശരിയായ പ്രയോഗമായിരുന്നു എന്നുള്ളതാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. അങ്ങേക്ക് പറയാൻ ഉത്തരവാദപ്പെട്ട മറുപടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കാനുള്ളത്. ദീപ്തിയോട് ചോദിച്ചല്ലോ. 100% അത് കറക്റ്റ് മറുപടി. അതിന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച മറുപടിയാണ്. എടാ വിജയ നിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഇവിടെ പൊളിറ്റിക്കൽ ആരോപണമാകാന്ന്. എന്താ ആരോപണമൊക്കെ ഇപ്പൊ എന്താ ദീപ്തി മേരി വർഗീസ് പറഞ്ഞ എന്താ? അങ്ങ് അവിടുത്തെ മുഖ്യമന്ത്രി അങ്ങ് തകർക്കുക. ആ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾ ഉന്നയിച്ചു. എന്താ ഉന്നയിച്ചേ? സ്ത്രീകൾക്ക് മാസം 2,500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2 കൊല്ലമായി കൊടുത്തോ? അതുപോലെ 1 ഏക്കർ 2,000 രൂപ കൊടുക്കുന്നു പറഞ്ഞു, കൊടുത്തില്ല. അതുപോലെ പട്ടികജാതി പട്ടികവർഗത്തിന് 12 ലക്ഷം രൂപ കൊടുക്കുന്നു പറഞ്ഞു, കൊടുത്തില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ വിവാഹത്തിന് 1 ഗ്രാം സ്വർണം കൊടുക്കുന്നു പറഞ്ഞു, കൊടുത്തില്ല. പറഞ്ഞ 6 കാര്യവും ചെയ്തില്ല. അതുപോലെ തന്നെ റിട്ടയറായ ആളുകൾക്ക് 26 മാസത്തെ പെൻഷൻ കുടിശ്ശികണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. ഈ സത്യം ഞങ്ങൾക്ക് പറയാനാ. ഒരാളെയും ഭയപ്പെടേണ്ട. ഇവിടെ ആ ചൂരൽമല മുണ്ടക്കൈയിലെ വീടിനെ കുറിച്ച് ചർച്ച ചെയ്യരുത്, പിരിച്ച പണത്തെ കുറിച്ച് ചർച്ച ചെയ്യരുത്, പറഞ്ഞ വാഗ്ദാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യരുത്, ഇട്ട കല്ലിനെ കുറിച്ച് ചർച്ച ചെയ്യരുത്. അത് ചർച്ച ചെയ്യാതിരിക്കാനായിട്ട് വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് വളരെ മോശമായ സംസ്കാരം തീണ്ടാത്ത വാക്ക് ഇവിടെ വന്ന് പറഞ്ഞപ്പോ നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ശിവരാജ് സിംഗ് ചൗഹാൻ ഇവിടെ വന്നിട്ട് വർഗീയത പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ നിങ്ങൾക്ക് ഒരു പരാതിയില്ല. നിങ്ങൾ ഈ തെലങ്കാന മുഖ്യമന്ത്രിക്ക് നേരെ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന ഒരു സിനിമാ ഡയലോഗ് പറഞ്ഞു പോയി അയാളങ്ങ് പോട്ടെ എന്ന് കരുതാതെ അതിന് പിന്നാലെ ഈ രൂപത്തിലുള്ള മറുപടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മറുപടി കൊടുക്കണമെന്നേ. മോദിക്ക് മറുപടി കൊടുക്കണം, ശിവരാജ് സിംഗ് ചൗഹാന് മറുപടി കൊടുക്കണം, ശോഭാ കരന്തലച്ചിക്ക് മറുപടി കൊടുക്കണം. ആ മറുപടി ഒന്നും കണ്ടില്ല. ആ മറുപടി ഇവിടെ കണ്ടിട്ടില്ല. പകരം ഇവിടെ മറ്റൊരു വർഗീയ പ്രസംഗം വിജയരാഘവന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. വിജയരാഘവൻ പ്രസംഗിച്ചത് ലീഗ് കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നത്, അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിന് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലാകും എന്നാണ് പറയുന്നത്. അതായത് മുൻപ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടത് ഇവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞതാണ് വിവാദമാക്കുന്ന. ആലോചിക്കണം. ഇവിടെ കൂടുതൽ മന്ത്രിസ്ഥാനം ലീഗ് ആവശ്യപ്പെട്ടാൽ ഇവിടെ എന്തോ സാമൂഹ്യ സ്ഥിതിക്ക് മാറ്റം വരുമത്രേ. അപ്പോൾ ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്, എന്ത് കുത്തിത്തിരിപ്പാണ് ആ പ്രയോഗത്തിൽ ഉദ്ദേശിക്കുന്നത്? നേരത്തെ വിജയരാഘവൻ ഇത് നടത്തിയിട്ടുണ്ട്, മറക്കണ്ട. മലപ്പുറത്ത് എന്ന് പ്രസംഗിച്ച് നമ്മുടെ മുന്നിലുണ്ട്. മലപ്പുറത്ത് എന്താണ് പ്രസംഗിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ കേരളത്തിൽ സാമൂഹ്യ ജീവിതത്തിന് മാറ്റമുണ്ടാക്കും ലീഗ് കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടാൽ എന്ന് പ്രസംഗിക്കുന്നത് അത് ആരുടെ പ്രയോഗങ്ങളുമായി ചേർന്ന് പോകുന്നതാണ് ശ്രീ അരുൺകുമാർ? ഞാൻ അതിലേക്ക് വരാം. ഒറ്റ കാര്യം, ഞാൻ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ കവിതയുടെ നേതാവ് കവിത പറഞ്ഞതല്ലേ? ശരി, ആ കവിതയുടെ അച്ഛനുമായിട്ടാണ് നേരത്തെ സഖ്യമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പരാമർശിച്ചല്ലോ. ഏത് സഖ്യത്തിന്റെ അല്ല, നിങ്ങൾ എന്ത് മെറിറ്റാണ് ചർച്ച ചെയ്യുന്നത്? ആ കവിത പറഞ്ഞ ആ 2 കൊല്ലമായിട്ട് രേവന്ത് റെഡ്ഡി പറഞ്ഞ ഒരു കാര്യവും നടപ്പാക്കിയിട്ടില്ല. ഞാനിപ്പോ എണ്ണമറ്റ 6 പറഞ്ഞല്ലോ.
ഇതിൽ ഏതെങ്കിലും നടപ്പാക്കിയെന്ന് താങ്കൾ തെളിയിക്കേ. അല്ല, നിങ്ങൾ തെളിയിക്കാൻ പഴയ സഖ്യത്തിലൊക്കെ അതിനാണ് നിങ്ങളുടെ ദീപ്തി മനസ്സിൽ ഇങ്ങനെ ഇവിടെ ഇടതുപക്ഷ ഇരിക്കുന്നത്. വിരുദ്ധത തിളച്ചുകൊണ്ടിരിക്കുക. ഒറ്റ കാര്യം ദീപ്തി മേരി അവിടെ ഇരുന്നോട്ടെ. ദീപ്തി മേരി പറയേണ്ട കാര്യമല്ലല്ലോ താങ്കൾ പറയുന്നത്. കവിത പറയുന്നതാണോ പറയേണ്ടത്? കവിത പറയുന്നതാണോ പറയേണ്ടത്? തർക്കത്തിനില്ല. കാരണം അല്ല, ഒറ്റ മിനിറ്റ്. കവിത അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുവാനും എന്റെ സമയത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ പറയുന്നത്. ഇടതുപക്ഷ വിരുദ്ധതയും പിണറായി വിരുദ്ധതയും കിടന്ന് തിളയ്ക്കുമ്പോ താങ്കൾക്ക് ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകും. ഒറ്റ വികസനവും ചർച്ച ചെയ്യേണ്ട, ക്ഷേമവും ചർച്ച ചെയ്യേണ്ട, പ്രകടന പത്രികയും ചർച്ച ചെയ്യേണ്ട. ആ പിണറായി വിരുദ്ധത എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം ചർച്ച ചെയ്യണം. നിങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങൾ ചർച്ച ചെയ്തോ? ഒറ്റ മിനിറ്റ്. നേട്ടങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളാണെന്നേ. അത് അങ്ങോട്ട് പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് അത് പറയാൻ അവസരം തന്ന് ഇതെന്താണ് ഇപ്പൊ ഇതിന്റെ കാര്യം? വികസനം നിങ്ങൾ നടപ്പാക്കിയെങ്കിൽ നല്ല കാര്യം, നിങ്ങൾക്ക് അത് വോട്ടായി വരും. ഒന്നും വേണ്ട. ഒറ്റ മിനിറ്റ്. വല്ലപ്പോഴും സമയം കിട്ടുമ്പോ ഈ സ്റ്റുഡിയോന്ന് ഒന്ന് പുറത്തിറങ്ങിയിട്ട് എന്താ സമൂഹത്തിൽ നടക്കണമെന്ന് നോക്ക്. നിങ്ങൾ എന്താ പറഞ്ഞത്? നരേന്ദ്രമോദിക്ക് മറുപടി പറഞ്ഞില്ല, അമിത്ഷായ്ക്ക് മറുപടി പറഞ്ഞില്ല. ഒന്ന് നോക്ക്. 14 ജില്ലയിലും ഒറ്റ മിനിറ്റ് ഈ ചർച്ചയിൽ തുടരാൻ കഴിയില്ല. നിങ്ങൾക്ക് പിണറായി വിരുദ്ധത തലയ്ക്ക് പിടിച്ച ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായി. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ചർച്ചയിൽ തന്നെ ഇറങ്ങിയേക്കാം. ഒറ്റ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പറഞ്ഞ എല്ലാ വിരുദ്ധ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ എന്റെ നാട്ടിൽ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി കേന്ദ്രീകരിക്കുന്ന കുന്നത്ത് നാട്ടിൽ വന്ന് നിരവധി വർഗീയ പരാമർശങ്ങൾ നടത്തി. പിറ്റേ ദിവസം തന്നെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ അവിടെ കൃത്യമായി നമ്മുടെ വൃന്ദ കാരാട്ട് വന്ന് മറുപടി പറഞ്ഞു. ഈ കേരളത്തിന്റെ തെരുവീതികളിൽ ആരൊക്കെ ഈ കേരളത്തിന്റെ സംസ്കാരത്തിനെതിരെ, വികസനത്തിനെതിരെ, ക്ഷേമത്തിനെതിരെ, വർഗീയ അജണ്ടയുടെ ഭാഗമായി മതനിരപേക്ഷ കാഴ്ചപ്പാടിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? കൃത്യമായി ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 5 പൊതുയോഗങ്ങളിൽ കഴിഞ്ഞ 14 ദിവസമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി 70 പൊതുയോഗങ്ങളിലാണ് 14 ജില്ലയിൽ പങ്കെടുത്തത്. അത്തരത്തിൽ പങ്കെടുത്ത ഒരു നേതാവിനെ UDF-ന്റെ ഭാഗത്തുനിന്ന് കാണിച്ചു തരാമോ? ഈ പറവൂർ മണ്ഡലത്തിൽ നിന്ന് എത്ര ദിവസം ഈ സാക്ഷാൽ VD സതീശൻ പുറത്തുപോയി? അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് എത്ര ദിവസം പുറത്തുപോയി? ഒരാളും പോയിട്ടില്ല. അത്തരത്തിൽ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഇടതുപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടി നിങ്ങൾ അത് പറഞ്ഞോ ഇത് പറഞ്ഞോ എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കം നടിക്കുകയാണ്. അതിന് മറുപടിയില്ല. അടുത്ത ചോദ്യത്തിന് കൂടി മറുപടി പറയൂ, അതിനുശേഷം ദീപ്തിയിലേക്ക് പോകാം. ഞാൻ ചോദിച്ച കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ ഇവിടെ കോടതിയിൽ പോയി വാദിച്ച്, സ്വന്തമായി വക്കീൽ ഓഫീസ് ഉള്ള ആൾ, പിന്നെ ബാക്കി വക്കീലന്മാർക്കൊക്കെ ഇന്ന് ചോദിച്ചല്ലോ, സ്വരാജ് ചോദിച്ചില്ലേ ബാക്കി വക്കീലന്മാർക്കെല്ലാം പച്ചക്കറി കടയാണോന്ന്. സ്വന്തമായി വക്കീൽ ഓഫീസുള്ള ആൾ വാദിച്ച് കോടതി നിഷ്കരണം തള്ളി. നിങ്ങൾക്കറിയോ 15 കേസാ തള്ളിയത്. അങ്ങ് തോട്ടപ്പള്ളി മുതൽ തുടങ്ങിയ ഞാൻ സമയം കിട്ടിയാ പറയാം 15 കഴിഞ്ഞ ഒരാഴ്ച. ഓരോ ഓഡിയോ ഇല്ല, കള്ളത്തരം. ഒരു കള്ളത്തരം ഇല്ല. മാത്യു കുഴൽനാടനാണ് ഇതിലും വലിയ ഓഡിയോ കൊണ്ടുവരും. അതായത് താങ്കൾ തെളിയിക്ക്. മാത്യു കുഴൽനാടനാണ് സുപ്രീം കോടതി രേഖ ചോദിച്ചപ്പോ ഫയൽ മേടിച്ച് കക്ഷത്തിൽ വെച്ച് ഓടി രക്ഷപ്പെട്ടിട്ട് 3 മാസമായി. ഇനി മിണ്ടിയ 10 ലക്ഷം രൂപ തനിക്ക് ഫൈൻ ഇടുമെന്ന് പറഞ്ഞപ്പോ പിന്നെ കോടതിയുടെ എഴുതി കാണിക്കുമ്പോ പേടിച്ച് ഭയപ്പെടുന്ന മാത്യു കുഴൽനാടനാ. അതുകൊണ്ട് കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ തോൽവിയുടെ പക്കത്ത് നിൽക്കുമ്പോ പലതും കൊണ്ടുവരും. അത് ഒരു അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും. ശരി. മൂവാറ്റുപുഴയിൽ തോക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓഡിയോ പുറത്തുവിട്ടത്. ദീപ്തി മേരി വർഗീസ്, കോടതിയിൽ തോറ്റ മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയിൽ തന്നെ പോയി കേസ് വാദിച്ചത്, പാർട്ടിയുടെ കേസായിട്ടല്ല, സ്വയം പോയി വാദിച്ച് നിയമസഭയിലും പാർട്ടി അറിയാതെ ചില കാര്യങ്ങൾ അവതരിപ്പിച്ച് അങ്ങനെ സ്മാർട്ടാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുന്ന മാത്യു കുഴൽനാടന്റെ അടുത്ത ഒരു പരാജയപ്പെടുന്ന ശ്രമം എന്ന രൂപത്തിലാണ് ഇതിനെ കാണുന്നത്. ഈ ഓഡിയോ കൃഷ്ണൻകുട്ടിയുടേതല്ല എന്നാണ് CPM പറയുന്നത്. കൃഷ്ണൻകുട്ടിയും പറയുന്നത് AI ആണെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് സ്മൃതി, ഇവിടെ ഇപ്പോ അരുൺകുമാർ ഇപ്പോൾ 10-15 മിനിറ്റ് നിന്ന് സംസാരിച്ചല്ലോ. അദ്ദേഹം രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച്, തെലങ്കാന എന്ന സംസ്ഥാനത്തെ കുറിച്ചൊക്കെ വലിയ ആക്ഷേപം, തെറ്റായ വ്യാജ പ്രചരണമാണ് ഇവിടെ ഇരുന്ന് നടത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് പറയണം. ഇവിടെ രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന്റെ കത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വെല്ലുവിളിച്ച്, അദ്ദേഹം എന്താ പറഞ്ഞത്, ഒരു ജെനുവിൻ ഡിസ്കഷൻ, കേരളത്തിന്റെ അച്ചീവ്മെന്റ്, അത് ഹെൽത്തിലായാലും ലിറ്ററസിയിലായാലും ഒക്കെ ടൂറിസത്തിലായാലും ഒക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചർച്ച ഇരിക്കുന്നത്. ഡേറ്റ് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ നിങ്ങളൊരു സീനിയർ ആളാണല്ലോ, അദ്ദേഹം എഴുതിയിരിക്കുന്നത്, സിൻസ് യു ആർ എ സീനിയർ ലീഡർ, ഐ എം ഹാപ്പി ടു കം ടു ട്രിവാൻഡ്രം on April 7 and share our data with you directly and equally to hear your voice എന്നാണ്, യുവർ വ്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഞങ്ങളെ പറ്റി ആക്ഷേപിച്ചു, ഞങ്ങൾ പെൻഷൻ കൊടുത്തില്ല, ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആക്ഷേപം നിങ്ങൾ കേരളം മുഴുവൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ്, നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് അദ്ദേഹം വെല്ലുവിളി
വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ ഇദ്ദേഹം ഇവിടെ ഒന്ന് പറഞ്ഞല്ലോ, എന്താണ് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചോ എന്ന് ഓരോന്ന് എണ്ണി പറയുന്നുണ്ടല്ലോ. കണ്ട് പഠിക്കുക, കേട്ട് പഠിക്കുക അരുൺകുമാർ. ഞാൻ വായിക്കാം. ഗവൺമെന്റ് ജോബ്സ് ഇവിടുത്തെ പോലെ പിന്നാമ്പുറ നിയമനമല്ല അവിടെ നടത്തിയത്. ഇവിടെ രാജേഷിന്റെയും സ്വരാജിന്റെയും അല്ലെങ്കിൽ കെ രാഗേഷിന്റെയും ഷംസീറിന്റെയും ഒക്കെ ഭാര്യമാർക്ക് കൊടുത്ത പിന്നാമ്പുറ നിയമനമല്ല അവിടെ നടത്തിയത്. അവിടെ നടത്തിയത് ഗവൺമെന്റ് ജോബ്സ്. ഈ ഗവൺമെന്റ് വന്ന് 67,763 അപ്പോയിന്റ്മെന്റ്സ്. അവരത് രേഖയാണ് എൻ്റെ കയ്യിലിരിക്കുക, അവർ അയച്ച രേഖയാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി സെർച്ച് ചെയ്യാം, എന്നിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇത്രയും അപ്പോയിന്റ്മെന്റ്സ്, അതായത് 1000 of crores in salaries ഇത് കൊടുത്തു കഴിഞ്ഞു. ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഗവൺമെന്റ് ജോബ്സ് എത്രയാണ് കൊടുത്തത് എന്നുള്ള വളരെ കൃത്യമായിട്ട് ആ കത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റേഴ്സ് മോഡേണൈസ് ചെയ്തത് 1000 of ട്രെയിനീസിനെ അവിടെ എടുത്തിട്ടുണ്ട്. മോർ ദാൻ 1.5 lakh യൂത്ത് എംപ്ലോയ്മെന്റ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാമ ഹൗസിംഗ് പ്രൊജക്ട് അവിടെ നടത്തിയിരിക്കുന്നത് 5 ലക്ഷം ഫാമിലിക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. 4 ഒന്ന് മിണ്ടാതിരിക്കാറുണ്ട്. നിങ്ങൾ കുറെ നേരമല്ലോ കിടന്ന് വെറുതെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നു. ഞാൻ പറയുമ്പോൾ അവിടെ മിണ്ടാതിരുന്ന് കേക്ക്. ഒന്നാമത് മനുഷ്യരെ കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത CPM-കാർക്ക് ഉണ്ടാവണം. ഈ ഭരണം എന്നൊക്കെ പറയുന്നത് ഏകപക്ഷീയമായി നടത്തേണ്ട ഒന്നുമല്ല. പ്രതിപക്ഷത്തെ കേൾക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം. ആ മര്യാദ നിങ്ങളുടെ പാർട്ടിക്കില്ല. നിങ്ങളുടെ ഈ സ്വഭാവം തന്നെയാണ് മുഖ്യമന്ത്രി. 5 ലക്ഷം രൂപ വെച്ച് ഫാമിലി ഫോർ ന്യൂ സ്മൃതി അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറ. 15 മിനിറ്റായി സംസാരിക്കുന്നത്, എനിക്ക് മറുപടി പറയാനുണ്ട്. 5 ലക്ഷം രൂപ വെച്ച് ഇന്ദിരാമ ഹൗസിംഗ് പ്രൊജക്ടില് ഫാമിലി ഫോർ ന്യൂ ഹൗസ് കൊടുത്തത് 4.5 ലക്ഷം കുടുംബങ്ങൾക്കാണ്. 4.5 ലക്ഷം കുടുംബങ്ങൾക്ക്. ഇവിടെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഒരൊറ്റ വീട് പോലും ഈ നിമിഷം വരെ പണിയാൻ കഴിയാത്ത ഒരു ഗവൺമെന്റിനോടാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത് 4.5 ലക്ഷം പേർക്കാണ്, ഫാമിലിക്കാണ് സോഷ്യൽ പെൻഷൻസ്, ഓൾഡ് ഏജ് പെൻഷൻസ്, ഡിസബിലിറ്റി. 178 വീടുകളായി. അതൊരു ഡമ്മി വീടല്ലേ സ്മൃതി കൂടി ഇങ്ങനെ പറയല്ലേ. നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങൾ അത്ര ബുദ്ധിയില്ലാത്ത ആളുകളാണോ, വിഡ്ഢികളാണോ? ഈ പറയുന്ന 2.5 വർഷം കഴിഞ്ഞിട്ടും 2.5 വർഷം കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നേ. ഞാൻ പ്രതിപക്ഷമാണോ വീട് പണിയേണ്ടത്? ഭരണപക്ഷമാണ് വീട് പണിയേണ്ടത്. വീട് പണിയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. ആ ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം ചെയ്യാതിരുന്നിട്ട് പ്രതിപക്ഷത്തെ നോക്കി ചോദിക്കുകയാണ്. പ്രതിപക്ഷം നോക്കിക്കൊടു സ്മൃതി. ശരി, അരുൺ സംസാരിക്കുമ്പോൾ ദീപ്തിക്ക് പറയാൻ ദീപ്തി പറഞ്ഞില്ലല്ലോ. അല്ലല്ല, ഒരു മിനിറ്റ്. അരുൺകുമാർ പറയുമ്പോൾ ദീപ്തിക്കും ചോര തിളയ്ക്കുന്നുണ്ടായിരുന്നു. ദീപ്തി മിണ്ടിയിട്ടില്ല. ഇപ്പൊ പറയട്ടെന്നേ, ഒന്ന് കേക്കൂ. പിന്നെ നിങ്ങൾക്ക് മാത്രം കുറെ ചോര എന്നാ തിളച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദ്യം ഞാൻ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാൻ തയ്യാറാണ്. എനിക്ക് അരുൺകുമാറിനെ അറിയാവുന്നതാണ്. താൻ ആദ്യം ഞാൻ പറയുന്നത് മറുപടി പറയും. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് അതേപോലെ തന്നെ സ്കിൽ യൂണിവേഴ്സിറ്റി ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി, ന്യൂ ഏജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വൊക്കേഷൻ ആൻഡ് ഫോർ വൊക്കേഷൻ ആൻഡ് സ്പോർട്സ്, അതുപോലെ തന്നെ മോർ ദാൻ 1.5 lakh യൂത്ത് എംപ്ലോയ്മെന്റ്. ഇതെല്ലാം അദ്ദേഹം രേഖാമൂലം എഴുതി തന്നിരിക്കുകയാണ്. ഓപ്പൺ കത്താണ് ശ്രീ പിണറായി വിജയൻ അയച്ചിരിക്കുന്നത്. ഞാൻ അതുകൂടാതെ പറഞ്ഞു വന്നത് CMRF റിലീഫ് ഫണ്ട് ഫോർ ക്രിട്ടിക്കൽ ഇൽനെസ് 4.4 ലക്ഷം പേഷ്യൻസിനാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് കവറേജ് രാജീവ് ആരോഗ്യശ്രീ എന്ന് പറയുന്നത് 1.5 കോടി പേഷ്യൻസിനാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വീണ്ടും വന്നാൽ ഫാമേഴ്സ് വെൽഫെയർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷം എത്ര കർഷകരാണ് മരിച്ചത്, എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്തത്? ഇന്നിപ്പോ CPI-യുടെ ഓഫീസിൽ ഒരു കർഷകൻ തൂങ്ങി മരിച്ചില്ലേ, എഴുതി വെച്ചിട്ട് തൂങ്ങി മരിച്ചില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന് ജീവിക്കാൻ വയ്യ. ഈ ഭരണകൂടം ഉണ്ടാക്കിയിരിക്കുന്ന വലിയ പ്രയാസം കാരണം ഒരു കർഷകന് ജീവിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അതാദ്യം മനസ്സിലാക്കുക. ഇതുപോലെ എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്തത്? ഇവിടെ ഫാമേഴ്സ് വെൽഫെയറിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ലോൺ അപ് ടു 2 ലക്ഷം വരെയാണ് ആദ്യത്തെ വർഷം. ഈ രേവന്ത് റെഡ്ഡിയുടെ ഭരണം വന്ന ആദ്യത്തെ വർഷം വേവ് ചെയ്തിരിക്കുന്നത് 2 ലക്ഷമാണ്. ഞാനിത് വിശദമായിട്ട് മറ്റൊരു സംസ്ഥാനത്തിന്റെ കാര്യം ഈ ചർച്ചയിലിരുന്ന് പറഞ്ഞത് വളരെ വ്യാജമായ കാര്യങ്ങളാണ് ഈ CPM പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഫ്രീ ബസ് ട്രാവൽ ഫോർ വിമൻ അത് എത്രയാണ്? 292.55 കോടി ട്രിപ്സ് ആണ് നടത്തിയിരിക്കുന്നത്. അതിന് ചെലവാക്കിയിരിക്കുന്ന ഗവൺമെന്റ് ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്, അതായത് KSRTC പോലെയുള്ള ഗവൺമെന്റ് സിസ്റ്റത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്, അവർക്ക് സബ്സിഡിയായി കൊടുത്തിരിക്കുന്നത്
10,096 കോടിയാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് എവിടുന്ന് മൊബിലൈസ് ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ രേവന്ത് റെഡ്ഡി വെല്ലുവിളിച്ച് ആ ചർച്ചയ്ക്ക് പോയി ഇരിക്കാൻ തയ്യാറാണ്. സംവാദമാണ് രേവന്ത് റെഡ്ഡി ഉദ്ദേശിച്ചത്. പക്ഷേ പ്രസംഗത്തിൽ അങ്ങനെയായിരുന്നില്ല. ഗുരുതരമായ ആരോപണം ഉന്നയിച്ച മാത്യു കോഴിനാടൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീ മാത്യു കോഴിനാടൻ, 2016 കാര്യമാണ്, പ്രളയവുമായി ബന്ധപ്പെട്ട് 2018 കഴിഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടമാണ്. അപ്പോഴത്തെ 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് ഒരു ശബ്ദരേഖ ഇപ്പോൾ പുറത്തുവിടുമ്പോൾ ആ ശബ്ദരേഖ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, കേട്ടിരുന്നു എന്ന് ഇന്ന് വി ഡി സതീശൻ പറയുകയുണ്ട്. അത് രേഖയായി തന്റെ കയ്യിൽ കിട്ടിയില്ല എന്നും. ഈ സമയത്ത് അത് പുറത്തുവിട്ടതിന് പിന്നിൽ എന്താണെന്നാണ്, മാത്യുവിന് മറ്റു ദുരുദ്ദേശമാണെന്ന് ആരോപിക്കുന്നവർക്ക് എന്താണ് മറുപടി? അത് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ, അദ്ദേഹം അത് കേട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈ കിട്ടിയിരുന്നില്ല. നമ്മുടെ കയ്യിലും കിട്ടിയത് വൈകിയാണ് കിട്ടിയത്. വൈകി കിട്ടിയതിനനുസരിച്ച് അതിൻ്റെ മറ്റ് മിനിമം പരിശോധനകളൊക്കെ ഞങ്ങൾ നടത്തണമല്ലോ. അപ്പോൾ അതൊക്കെ നടത്തി കഴിഞ്ഞിട്ട് വന്ന ഒരു സമയം മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മറ്റേ ഇത് സിനിമയിൽ പറയും പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ മാതിരി ഇപ്പോഴാണ് അതിൻ്റെ സമയം വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് റിലീസ് ചെയ്തത്. അതല്ലാണ്ട് മറ്റു ദുരുദ്ദേശമൊന്നുമില്ല. അല്ല, ഈ ശബ്ദരേഖ തന്റെ ശബ്ദമല്ല എന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്, AI ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് AI ആണെന്ന് പറയുന്നു, അദ്ദേഹം പറയാമല്ലേ. അപ്പോൾ AI ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? എന്നെപ്പോലെ ഒരാൾ ഒരു സിറ്റിംഗ് മിനിസ്റ്റർക്കെതിരെ കൃത്രിമമായ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസാണ്. അദ്ദേഹം അപ്പോൾ തന്നെ പരാതി കൊടുത്താൽ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, ഒരുപക്ഷെ ബെയിൽ പോലും കിട്ടിയെന്ന് പറയത്തില്ല. അപ്പോൾ അത്രയും ഗുരുതരമായത് ചെയ്തപ്പോൾ ഹി ഷുഡ് ആക്ട് ഫാസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേണമെന്ന് വിചാരിച്ചാൽ ഈവൻ 24 hours ഇതിൻ്റെ വെറാസിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു എൻ്റെ ഫോൺ പരിശോധിച്ചാൽ മതിയില്ല, ഫോൺ പരിശോധിച്ചാൽ ഇത് എവിടെ നിന്നാണ് വന്ന് എങ്ങനെ കിട്ടി, അതിൻ്റെ ഓതൻറ്റിസിറ്റി നോക്കാൻ പറ്റും, അതിൻ്റെ അത് ഒറിജിനേറ്റ് ചെയ്ത് എവിടെ നിന്നാണ് നോക്കാൻ പറ്റും, അത് ഒറിജിനൽ ഓഡിയോ അപ്പോൾ ഒറിജിനൽ ഫോൺ കോളാണോ അതെയോ ഇങ്ങനെ ഉണ്ടാക്കിയതാണോ എന്നുള്ള പരിശോധിക്കാവുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം കേസ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹം AI എന്നുള്ള ഡിഫൻസ്. പിന്നെ ഇനി അദ്ദേഹം അത് AI എന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു പ്രഭാത് എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റ് മുമ്പ് പത്രക്കാരെ കണ്ടിരുന്നു, നിങ്ങളുടെ ആളുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് ഫോണിലും നേരിട്ടും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുള്ളതാണെന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും AI ക്രിയേറ്റ് ചെയ്ത ആളാണെന്ന് പറയുമോ? മാത്യുവിന് എന്താണ് തോന്നുന്നത്, ഒരു വലിയ അഴിമതി എന്നുള്ളതാണോ? അന്ന് നമുക്കറിയാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ആ പാർട്ടിക്കകത്ത് നടന്ന തർക്കങ്ങളുണ്ട്. മാത്യു ടി തോമസിനെ ഒഴിവാക്കി കൃഷ്ണൻകുട്ടിക്ക് വരാനുള്ള ആഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആ പോരിന്റെ ഭാഗമായിട്ടാണോ അതല്ല യഥാർത്ഥത്തിൽ തന്നെ അഴിമതി നടന്നിട്ടുണ്ടോ? മാത്യു ടി തോമസുമായി ബന്ധപ്പെട്ട് പുറത്തുള്ള അറിയാം അദ്ദേഹം എത്രത്തോളം നല്ല വ്യക്തിത്വമാണ് എന്നുള്ളതാണ് പുറത്തേക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയല്ല ഒരു അഴിമതിക്കാരനാണ് എന്നൊരു ആരോപണം ആ പാർട്ടിയിലെ തന്നെ ഒരാൾ ഉന്നയിച്ചതായിട്ടുള്ള വിവരമാണ്. അപ്പോൾ അത് ശരിയാണ് എന്ന തോന്നലാണോ മാത്യുവിനുള്ളത്? അതുകൊണ്ടാണോ അത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്? അതെ, എനിക്കതൊന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ്. കാരണം ഡാം മാനേജ്മെൻറ്റിൽ മറ്റ് താല്പര്യങ്ങൾക്ക് വഴങ്ങി ഇവർ പ്രവർത്തിച്ചു എന്ന കാര്യത്തിന് എനിക്ക് 100% ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണലി ഈ ഒരു റാറ്റിഫിക്കേഷൻ കൂടി വന്നപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ പ്രതിപക്ഷമാണല്ലോ, ഞങ്ങൾ പറയുമ്പോൾ ഭരണപക്ഷത്തെ എതിർക്കാൻ വേണ്ടി ഇല്ലാത്ത പറയുന്നു, അല്ലെങ്കിൽ അവരെ തെറ്റാക്കാൻ പറയുന്നു. ഇതിപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്താണ്. അദ്ദേഹം പഴയ ജലസേന മന്ത്രിയായിരുന്ന ആളാണ്, സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് നിലവിൽ മിനിസ്റ്ററായിട്ടിരിക്കുന്ന ഒരാളുടെ ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന ബോധ്യത്തെ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഒരു സംശയമില്ല, ഇത് ഒരു വ്യക്തി മാത്രമായി നടന്നതല്ല, ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിരുന്നു. 1-2 ചെറിയ കോടിയുടെ അല്ല, 1, 2, 5, 10, 100 കോടിയുടെ അല്ല. ഇറ്റ്സ് എ ഹ്യൂജ് സ്കാം ഇൻ ദ സെൻസ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഉള്ള നേട്ടത്തിന് വേണ്ടി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി, കേരളത്തെ ഒറ്റുകൊടുത്ത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവനും സ്വത്തും പോലും വില വയ്ക്കാതെ ഇവരുടെ അത്യാഗ്രഹം കൊണ്ടും ആക്രാന്തം കൊണ്ടും ഇവർ ചെയ്തു കൂട്ടിയതാണ് കേരളത്തിൽ 2012 ഇതുപോലൊരു പ്രളയം ഉണ്ടായി ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാവാനുള്ള കാര്യം. അതാണ് അതിൻ്റെ സത്യം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്. പക്ഷേ ഈ മേരി മാതാ കൺസ്ട്രക്ഷൻസ് നോക്കൂ, മേരി മാതാ കൺസ്ട്രക്ഷൻസ് ഒരു പ്രസ് റിലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് ഈ സ്പിൽവേ വർക്കിനും അവിടുത്തെ കരിമണൽ ഖനവും ബന്ധപ്പെടുത്തി വന്ന വാർത്തകൾ അത്
സംബന്ധിച്ച് തോട്ടപ്പള്ളി സ്പിൽവർക്കും തോട്ടപ്പള്ളി കരിമണൽ ഖനനുമായി മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് അറിയിക്കുന്നു എന്ന് ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണക്കുറിപ്പ് മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. ആ കുറിപ്പുമായി ബന്ധപ്പെട്ട എന്താണ് പറയാനുള്ളത്? അത് മേരിമാതയാണോ മാതാമേരിയാണോ എന്ന് നമുക്കറിയില്ല. ഞാനത് ഇവിടെ എനിക്കറിയാവുന്നൊരു മേരിമാതയുണ്ട്. ഞാൻ അവരെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ വന്നതിലേക്ക് സ്വാഭാവികമായിട്ട് എനിക്കറിയാവുന്നൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു ഫോമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അവരെങ്ങാനും അവിടെ വർക്ക് എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ അസന്നിഗ്ധമായി പറഞ്ഞു ഞങ്ങൾ തോട്ടപ്പള്ളി സ്പിൽവേയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, ആരെയാണ് പറഞ്ഞതെന്നുള്ളത് കൃഷ്ണൻകുട്ടി മിനിസ്റ്റർക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് എനിക്കതറിയില്ല. സ്വാഭാവികമായിട്ടും ഇനി അവരാണോ ചെയ്തത് മറ്റാരെങ്കിലും ആണോ ചെയ്തിരുന്നത്. പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരാണെന്നുള്ളത് ഇറ്റ് ഈസ് വൈഡ് ക്ലിയർ. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു എന്നുള്ള മട്ടിൽ തന്നെ സഭയിലും ചർച്ച നടന്നായിരുന്നല്ലോ. ഒരു ദിവസം മുഴുവൻ സഭയിൽ ആ വിഷയം ചർച്ച ചെയ്തതാണ്. 3 റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടേ ഉള്ളൂ, ബാക്കി 2 എണ്ണവും അങ്ങനെയല്ല. ഇത് ഒരു പ്രകൃതി ദുരന്തം എന്ന നിലയ്ക്ക്. പക്ഷേ ഇത് ഡാമുമായി ബന്ധപ്പെട്ട് ഡാം എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ബന്ധപ്പെട്ടാണ് താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം അല്ലേ? അന്ന് തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നില്ല എന്നുള്ള കാര്യം, അതിനുശേഷം ഉണ്ടായ ദുരന്തം നമുക്കറിയാം. ഇവിടെ മന്ത്രി സജി ചെറിയാൻ അടക്കം വെള്ളപ്പൊക്കം വന്ന ഘട്ടത്തിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് പ്രതികരിച്ച് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ദുരന്തം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എത്ര രൂപയുടെ അഴിമതി എന്നുള്ള കാര്യങ്ങൾ അങ്ങയുടെ പരിശോധനയിൽ അങ്ങേക്ക് മുന്നിൽ വന്നിട്ടുണ്ടോ? ഇതൊരു അഴിമതിയാണ്, വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന അതിലുണ്ടായിട്ടുണ്ടെന്ന് ആണെങ്കിൽ? അല്ല സ്മൃതി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിനു മുമ്പ് ഡാം മാനേജർ സർക്കാരിനെ കുറ്റപ്പെടുന്ന ഒരു റിപ്പോർട്ടും മറ്റ് 2 റിപ്പോർട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചാണ്. സർക്കാരിന് വീഴ്ച വന്നു, ഡിലേ വന്നു, തുറക്കണ്ടായിരുന്നു, തുറന്നില്ല. പക്ഷെ തുറക്കാതിരുന്നതിന് പിന്നിൽ കോടികൾ വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം, വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊരു പ്രളയ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പൈസ വാങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തും ഇത്രയും വലിയ റിസ്ക് എടുക്കുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ആംഗിൾ കൂടി നോക്കുമ്പോഴാണ് ഇതൊരു ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി അല്ല. മണലിനോട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10,000 കോടിയാണ്. 1 മണിക്കൂർ വാരിയാലും കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ അത്രയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ കേട്ടില്ലേ, സോ ഇറ്റ്സ് എ ഗോൾഡ് മൈൻ. ആ ഗോൾഡ് മൈൻ വെറുതെ അങ്ങ് ഒഴുകിപ്പോവും. ആ ഗോൾഡ് മൈൻ കടലിലേക്ക് ഒഴുകി പോകുന്നതിന് മുമ്പുള്ള വെപ്രാളം ആക്രാന്താണ് കണ്ടത്. വളരെ ക്ലിയർ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ്. ജീവൻ പണയം വെച്ചും ഈ നാടിനെ അല്ലെങ്കിൽ ഈ സംസ്ഥാനം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാനും അത് കേട്ടിരുന്നു, ആ ഓഡിയോ എനിക്ക് കൈമാറിയില്ല എന്ന്. അപ്പോൾ ഒരാൾ കൈമാറിയിട്ടാണല്ലോ അങ്ങേക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഈ പറഞ്ഞ കൃഷ്ണൻകുട്ടിയുമായും മാത്യു ടി തോമസുമായും ഒക്കെ ബന്ധമുണ്ടായിരുന്ന അറിയുന്ന ഒരാൾ തന്നെ ഇത് കൈമാറി എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായിട്ടും അത് അവരുമായിട്ട് ബന്ധമുള്ളവരിൽ അല്ലാണ്ട് വരില്ലല്ലോ. ഈ ഓഡിയോ കിട്ടിയിട്ട് എത്ര ദിവസമായി? നോട്ട് ടു ലോങ്. അത് പരിശോധിക്കാൻ എടുത്ത സമയമാണോ? അതൊന്നും റെലവന്റ് അല്ലല്ലോ സ്മൃതി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസം എന്നുള്ളത് കൊണ്ട് മാത്യുവിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഇതിപ്പോ പറഞ്ഞ ഞാനാണ് തെറ്റുകാരൻ, അങ്ങനെയല്ല, അവരല്ല. അങ്ങേ വിമർശിക്കുന്നവർ അത് ചോദിക്കുന്നു. നമ്മുടെ ഒരു ജേർണലിസ്റ്റിക് അപ്രോച്ച് അതാണ്. ഇത്രയും ഗൗരവമുള്ളൊരു കാര്യം പറയുമ്പോൾ മാത്യു കൊള്ളാടൻ അങ്ങ് തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ചോദിച്ചതല്ല. അങ്ങക്കെതിരെ പറയുന്നവർ പറഞ്ഞ കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. അങ്ങ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം ഇത് പുറത്തുവിടുന്നതിന് പിന്നിൽ ദുരുദ്ദേശമാണെന്ന് പറയുന്നവർക്ക് അങ്ങേക്ക് മറുപടി നൽകാമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അവർക്കതല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. എനിക്ക് എൻ്റെ എല്ലാ സെക്ഷൻ ഇതും കഴിഞ്ഞിട്ട് ഇതായിരുന്നു എൻ്റെ ഇതായിരുന്നു പറ്റുമായിരുന്നുള്ളൂ. അതാണ് എൻ്റെ സത്യം. മാത്യു കൊള്ളാടിനെതിരെ നമ്മൾ ഈ വിഷയം ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ CPM പ്രതിനിധി പറഞ്ഞ ഒരു കാര്യം, സ്വന്തം നിലയ്ക്കും പാർട്ടിയുടെ നിലയ്ക്കും ഒക്കെ സുപ്രീം കോടതിയിൽ പല കേസുകളും കൊണ്ടുപോയി പരാജയപ്പെട്ട ആളാണ്. അപ്പോൾ ഇതും പരാജയപ്പെടാനുള്ള കേസാണെന്നാണ് പറയുന്നത്. മാത്യു ഇതിൽ എങ്ങനെയാണോ മുന്നോട്ട് പോകാൻ പോകുന്നത് ഈ ലഭിച്ച തെളിവിൽ, ഈ ശബ്ദരേഖയിൽ? അല്ല, ഞാൻ ഇപ്പോൾ ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിലുണ്ടല്ലോ. ഇനിയിപ്പോൾ അവരുടെ മറുപടി പറഞ്ഞില്ല, അവരുടെ മറുപടി വരാണ്ട് ഇനിയും ഞാൻ നാളെ
ഈ ഇവിടുത്തെ പത്രക്കാരൊക്കെ ചോദിച്ച നിലയ്ക്ക് മാത്യു ടി തോമസിൻ്റെ ക്ലെയിം ഇതാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ഞാനത് കൊടുക്കും. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിശ്വാസ്യതയും കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ടാവുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളൊക്കെ ഓണസ്റ്റായിട്ടും സിൻസിയറായിട്ടും ഇതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ആഫ്റ്റർ ഓൾ നമ്മുടെ എല്ലാവരും പ്രവർത്തിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടല്ലേ. നമ്മളൊക്കെ ഏത് ഇവിടെ ജോലിക്കാരാന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞാലും നമുക്കൊക്കെ ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലേ. ഇൻറ്റഗ്രിറ്റി വെച്ചിട്ട് ഇത്രയും വലിയൊരു കാര്യം മറ്റെന്തെങ്കിലും ചെറിയ കാര്യം പോലെ അല്ലല്ലോ. അതിൻ്റെ അകത്ത് ഞാൻ നാളെ ഒരു ഡോക്യുമെൻ്റ് കൂടി പരിശോധിക്കും. അന്നേരം ഇതിൻ്റെ ദ ഹോൾ പ്രോസസ് ദ എൻറ്റയർ സ്കീം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്നതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ യു ബൈ ഇറ്റ്, അതർവൈസ് യു ക്യാൻ റിജക്ട് ഇറ്റ്, നോ പ്രോബ്ലം. ജനങ്ങൾ വിലയിരുത്തട്ടെ, അവർക്കും വിലയിരുത്താലോ. വളരെ ഗൗരവത്തിലുള്ള വിഷയം തന്നെയാണ് മാത്യു പുറത്തുവിട്ട. മാത്യു, CPM പ്രതിനിധി അരുൺകുമാറുണ്ട്. അരുൺകുമാറിന് ഇക്കാര്യത്തിൽ സംസാരിക്കുക. അരുൺ, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നതാണ്, മാത്യു ഈ ശബ്ദരേഖ പുറത്തുവിടുമ്പോൾ ആ ശബ്ദരേഖയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് എന്ന നിലയ്ക്ക് അരുൺകുമാർ അതിനെ കാണണം. അരുൺ മറുപടി പറയാം. ഈ റെസ് ജുഡിക്കേറ്റ എന്ന ഒരു പൊസിഷൻ ഉണ്ട് ലീഗലിൽ. അത് ഓൾറെഡി ഡിസൈഡഡ് ബൈ ദ കോർട്ട് എന്നതാണ്. ഈ കേസിൽ എല്ലാ വാദവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതികൾ കേട്ട് ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസാണ്. ശ്രീ മാത്യു കുഴൽനാട് അടക്കം വിജിലൻസ് കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എത്രയോ കേസിന് പോയി. ഏതെങ്കിലും ഒരു കേസ് വിജയിക്കുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കേസിൽ അനുകൂലമായിട്ട് ഒരു പരാമർശം സാഹചര്യം? ഒരു വക്കീല് പല കേസുകളും തോൽക്കും, അങ്ങനെയല്ലല്ലോ. നമ്മൾ ഈ പർട്ടിക്കുലർ വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ അവരോട് ചോദിച്ചാണല്ലോ, ഇതിനൊരു കൃത്യമായ മറുപടിയാണ് വേണ്ടത്. ആ ഓഡിയോയിൽ പറയുന്നത് എത്രത്തോളം ഗുരുതരമായ കാര്യങ്ങളാണ്, അതിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. എന്തിനെ അഡ്രസ് ചെയ്യലോ? ഇപ്പൊ MM മണി ഡാം തുറന്നു വിട്ട് പ്രളയമുണ്ടാക്കി എന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ്, ഇതേ സബ്ജക്ട് മാറ്ററുമായി ബന്ധപ്പെട്ട കേസ് ഈ രാജ്യത്തെ നീതിന്യായ കോടതികൾ പരിശോധിച്ച് ഒരു മെറിറ്റുമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. കോട്ടപ്പള്ളി മണൽവാരലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെറിറ്റില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. ബ്രൂവറി ആരോപണം EP ജയരാജനെതിരായിട്ട് വന്നാൽ ഏറ്റവും അവസാനം ഡേറ്റ ചോർജ, നവകേരള സർവേ, ഏറ്റവും ലോകായുക്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു ബോംബ് പൊട്ടെന്ന് പറഞ്ഞു. അത് ലോകായുക്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KT ജലീലുമായി ബന്ധപ്പെട്ട, പക്ഷെ പൊട്ടിയില്ല, പോക്കറ്റിൽ ഇരുന്ന് പൊട്ടി. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കൊണ്ടതും ഇതൊക്കെ പലതും മറ്റൊരു പൊതു രാഷ്ട്രീയവും ചർച്ച ചെയ്യാനില്ലാത്തപ്പോ, ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കാനില്ലാത്തപ്പോൾ പലതും വരും. ഇതിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല, ആ ശബ്ദം അദ്ദേഹത്തിന്റേതല്ല എന്ന് പറയുന്ന ഒരു ന്യായമേ അല്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണ്. അല്ല, ഇവിടെ പറഞ്ഞല്ലോ, കേസ് കൊടുക്കുകയോ ഇതേ ആരോപണം ഇതേ കേസിലാണ് റെസ് ജുഡിക്കേറ്റ ഓൾറെഡി ഡിസൈഡഡ് ബൈ ദ കോർട്ട്. കോടതി എല്ലാ തെളിവെടുപ്പും പൂർത്തീകരിച്ചു, വാദവും കേട്ട് വീണ്ടും വാദവും കേട്ട് പലതവണ പോസ്റ്റ് ചെയ്തിട്ടാ പറഞ്ഞ നോ മെറിറ്റ് അറ്റ് ഓൾ എന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്ത കേസിൽ 8 വർഷങ്ങൾക്ക് ശേഷം ദേ കൊണ്ടുവന്നിരിക്കുന്ന തെളിവ് പരിശോധിക്കട്ടെ എന്നേ. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പോയി കേസ് കൊടുക്കട്ടെ. ആർക്കെതിരെ ആയാലും നിയമപരമായി പരിശോധിക്കട്ടെ. തലേദിവസം കൊണ്ടുവന്ന് ബോംബായി കൊണ്ടുവന്ന അത് പോക്കറ്റിൽ ഇരുന്ന് പൊട്ടുള്ളൂ. ശരി ദീപ്തി, ഇത് പോക്കറ്റിൽ ഇരുന്ന് പൊട്ടുന്ന ബോംബ് എന്നാണ് പറയുന്നത്. ഇതിന്റെ അകത്ത് ഒരു കാര്യമുള്ള സ്മൃതി, ഇതിന്റെ അകത്ത് ഒരു കാര്യമുള്ളത്, ഇത് ശബ്ദരേഖ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് അന്വേഷിക്കട്ടെ തന്നെ. ഇത് അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിൽ അരുൺകുമാറിന് തർക്കമൊന്നുമില്ലല്ലോ. നമ്മളൊരു ശബ്ദരേഖ പുറത്തു വന്നാൽ ഇവർ പറയുന്ന എന്ന് പറഞ്ഞാൽ ശരി, നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ഈ പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നു എന്നുള്ളത് എല്ലാ കാലത്തും ഇവിടെ സാധാരണ ജനങ്ങൾ ഉയർത്തിയ ഒരു പ്രശ്നമാണ്. രാഷ്ട്രീയക്കാർ മാത്രം ഉയർത്തിയതല്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ബോംബ് ആരെങ്കിലും ഒക്കെ കൊണ്ടുവരട്ടെ. ഈ ബോംബ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് റിപ്ലൈ പറയുന്നേ, നിങ്ങൾ കേസ് നടത്തുന്നത്, നിങ്ങൾ തെളിയിക്കുക. ഞങ്ങൾ പറയുകയാണല്ലോ തെളിയിക്കാൻ. എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് നടത്തുക, വെല്ലുവിളിച്ചതിനെ ചോദിക്കുക. CPM-ന് ധൈര്യം ഉണ്ടെങ്കിൽ ഈ കേസിൽ നിങ്ങൾ ഭയം കൂടിയിട്ടുള്ള വർത്തമാനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയപ്പെടേണ്ട അരുൺകുമാറെ. അതെ, അങ്ങനെ കേസ് തോക്കുകയും ചെയ്യും.
നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് ഈ തർക്കം. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. നിങ്ങളിപ്പോ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള തെളിവ് പുറത്തു വന്നപ്പോൾ ഭയപ്പെട്ട് പിന്മാറുകയാണ് അരുൺകുമാർ. അരുൺകുമാറിന് അഡ്വക്കേറ്റ് അരുൺകുമാറിന് വളരെ വ്യക്തമായിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ കേസ് വളരെ കൃത്യമായ കേസാണ്. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പെട്ടുപോയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾക്ക് മുമ്പിൽ എന്നുള്ളതാണ് സ്മൃതി. ഇതിന്റെ വളരെ ധൈര്യമായി പറയുന്നു, ഏത് കോടതിയിലും പോട്ടെ. ശരി, ശ്രീ ജേക്കബ് ജോർജ് കൈവക്കുന്നുണ്ടായിരുന്നു. വളരെ ചുരുക്കി ഒന്ന് പറയാമോ ശ്രീ ജേക്കബ് ജോർജ്? ശ്രീ ജേക്കബ് ജോർജ് വളരെ ചുരുക്കി അങ്ങ് പറയാൻ പോയത്. ഒറ്റ വരി പറഞ്ഞോളൂ. അതെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ മേരിമാത എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അവിടെയൊക്കെ കോൺട്രാക്ട് എടുക്കുന്നതാണ്. അതിൻ്റെ വക്കീൽ എൻ്റെ ഒരു സുഹൃത്താണ് ജോർജി മാണി. എറണാകുളം ഹൈക്കോടതിയിലെ ഈ ചെറുപ്പക്കാരനായ മിടുക്കനായ ഒരു അഭിഭാഷകനാണ് ജോർജി മാണി. അദ്ദേഹം ഞാനുമായിട്ട് വൈകുന്നേരം കാഷ്വലായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അന്നേരം പറഞ്ഞെന്നറിയാമോ, ഈ മേരിമാത കമ്പനിക്ക് അങ്ങനെ ഒരു കോൺട്രാക്റ്റേ ഇല്ലായിരുന്നു എന്നാണ്. അല്ലെ, എനിക്ക് എൻ്റെ കൂടുതൽ വിശദങ്ങൾ അറിയത്തില്ല, രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ഒരു കേവലമായ വിവരം മാത്രമാണ് മേരിമാതയുടെ വാർത്താക്കുറിപ്പും അങ്ങനെയാണെങ്കിൽ പുറത്തു വന്നിട്ടുണ്ട്. മേരിമാത എന്ന കമ്പനിക്ക് മേരിമാതയുടെ വാർത്താക്കുറിപ്പും വന്നിട്ടുണ്ട്. ദീപ്തി വേഗം പറയാം. അതെ, ദീപ്തി വേഗം പറയാം. വന്നിട്ടുണ്ട്. അതെ, മേരിമാതയുടെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു വക്കീല് പറഞ്ഞ ഒരു കാര്യം നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കാഷ്വലായി സംസാരിക്കുന്ന ഒരു കാര്യം നമുക്ക് ശരി, അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻകുട്ടിയാണ് അതിൽ വ്യക്തത വരുത്തേണ്ടത്. ഒന്നും ഓർമ്മയില്ല, ഞാനാണോ എന്ന് ഓർമ്മയില്ല എന്ന് പറയുന്നു, എന്റെ ശബ്ദമല്ല എന്ന് പറയുന്നു. ശ്രീ ചെക്കുട്ടി, അവസാനമായി ഒരു വരി കൂടി അങ്ങേക്കും കൂടി പറയാം ഈ വിഷയത്തിൽ അഭിപ്രായം. അല്ല, ഇതിനകത്ത് ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഇങ്ങനെയുള്ള സംശയങ്ങൾ നേരത്തെ വരുന്നു, പക്ഷെ ആദ്യമായിട്ടാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ചില തെളിവുകൾ വരുന്നത്. ആ തെളിവുകൾ വളരെ ഗൗരവമുള്ളതാണ്. എഐനെ കുറ്റം പറഞ്ഞിട്ടൊന്നും മന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ മന്ത്രിയുടെ ശബ്ദം വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയമായിട്ടല്ല, കേരളത്തിന്റെ പൊതുജീവിതത്തിൽ, കേരളത്തിന്റെ ജീവിതത്തിൽ വളരെ ആപത്തുണ്ടാക്കിയ അതിനകത്ത് അഴിമതിയുണ്ട് എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്നു. കുഴൽനാടനാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണം എന്തായാലും ശരി പൊതുസമൂഹത്തിനകത്ത് ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ദീപ്തി മേരി വർഗീസ്, NP ചെക്കുട്ടി, ജേക്കബ് ജോർജ്, ഒപ്പം തന്നെ മാത്യു കുഴൽനാടൻ ചർച്ചയിൽ പങ്കെടുത്തന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.